നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയാണ് കുഞ്ഞിപ്പത്തലും ബീഫും. ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടോ? കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇത് നോക്കി ഉണ്ടാക്കിയാലോ. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമ്മൾ ഇടിയപ്പത്തിന് കിണ്ടുന്ന പോലെ കിണ്ടിയെടുക്കുക. അതിൽ കുറച്ച് ചെറിയ ജീരകം മാത്രം ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കുഴച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക. ബോൾസ് ആക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഞാൻ എൻ്റെ മോളെ പിടിച്ചാണ് ഇരുത്തിയത്. ഇവിടെ ഇരിക്കുക, ഇതൊന്ന് ശരിയാക്കി താന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് പെട്ടെന്നാകും കേട്ടോ. എന്നിട്ട് നമുക്കത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ബീഫ് കറി വെക്കാം. അതിന് കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ ചെറിയ ഉള്ളി മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് വാടിയതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് നമുക്ക് പൊടിയൊക്കെ മൂത്തതിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് വേകാനുള്ള വെള്ളം ഒഴിച്ച് ബീഫ് വേവിക്കാം. ഒത്തിരി വെള്ളം വേണ്ടെന്നെങ്കിൽ കുറച്ച് ഗ്രേവിയും വേണം. ഒരുപാട് ഡ്രൈ ആകലും നമുക്ക് ഇച്ചിരി നല്ല കോരി തിന്നുന്ന ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന പത്തലും കൂടെ അതിനകത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആകട്ടെ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.